ഇത് മണിത്തക്കാളി, ഇതൊക്കെ മണിത്തക്കാളിയാണ്. ഇതിൻ്റെ തലമൊക്കെ ഞാൻ പറിച്ച് കൂട്ടാൻ വെച്ചതാണ്. ഇതൊരു ചീരയാണേ. എന്ത് ചീര? കപ്പക്കിഴങ്ങിൻ്റെ ഈ തിരളല്ല, ഇതൊരു ചീരയാണ് ഒന്ന്. ഇതൊരു ചീരയാണ്, അതെ അതെ അതെ, അക്ഷരച്ചീര. ഇത് പൊന്നാങ്കണ്ണി. എന്താ പൊന്നാങ്കണ്ണി? ഇത് സ്ഥിരമായിട്ട് കാഴ്ച, കണ്ണിൻ്റെ കാഴ്ചയൊക്കെ. പക്ഷെ ഇപ്പം വ്യാജനായിട്ട് ഒരുപാട് ഇതെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ശരിയായ പൊന്നാങ്കണ്ണി. ഇത് തമര, സുന്ദരിച്ചീര. സുന്ദരിച്ചീര, സാമ്പാർ ചീര, നെയ്ക്കുറുമ്പ. ശരി, ഒരു ചീര വർഗ്ഗം അല്ലേ? നല്ല രസമുള്ള ചീര. പന്നാവരം ചീര. ഇത് പിന്നെ രണ്ടല്ല പറിച്ച് തിന്നു. പുളിയാറില ചമ്മന്തിക്ക് ബെസ്റ്റ്. കുറച്ച് അധികം പറിക്കും. പുളിപ്പാണി ഉണ്ടാക്കുക. ആഫ്രിക്കൻ മല്ലി, അരുണോദയം ചീര. നമ്മള് ഈ ഇടവയിലൊക്കെ കാണുന്ന മതിലിന്റെ മുകളിലൊക്കെ കാണുന്ന അരുണോദയം ചീര പറയാം. മുറികൂട്ടി, ഇതൊരു ചീരയാണ്. ശരിയോ, ഒരു അലങ്കാര ചെടിയും കൂടിയാ. ഇത് ഉപയോഗിക്കുന്നെങ്കിലും ചീരായിട്ട് ഉപയോഗിക്കാം. ഇതിന് കാര്യമായ ഉപയോഗം എന്താണെന്നറിയോ? നമ്മൾ മോട്ടോർ ബൈക്കിന്നൊക്കെ വീണ പെയിന്റ് പോകൂലേ, ഏത് അതിന് വെച്ചാല്, അതിന് ഈ ഇതിന്റെ ചാറെടുത്ത് ഒറ്റിച്ചാല് അരമണിക്കൂർ കൊണ്ട് ഒരു പ്ലാസ്റ്റർ ചുറ്റിയ പ്രതീതി വരും. അത് ശരി. മുറിവ് പാട് കാണാത്ത രീതിയിൽ മുറിവ് ഉണങ്ങും. അത് ശരി. നമുക്കറിയാത്ത ഒരുപടി ചെടികൾ ദൈവം തന്നെ നമുക്ക് നമ്മുടെ പറമ്പിൽ 10 സെൻറ്റ് ഭൂമിയുള്ളവനോ 5 സെൻറ്റ് ഭൂമിയുള്ളവൻ്റെ കട്ട വിരിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഉണ്ടാവും. ഈ കട്ട വിരിക്കുന്ന സ്ഥലത്താണ് ഇതൊന്നും തന്നെ ഉണ്ടാകാത്തത്, നിലം നന്നാക്കാനുള്ള ഉദ്ദേശത്തിൽ. അപ്പോൾ കയ്യിൽ നിന്നും കട്ട വിരിക്കാതെ ഭൂമി തരിശായിട്ടിട്ടാൽ ഇതേപോലെ ഒരുപടി ചീരകൾ നിങ്ങൾക്ക് ഒരു കുനിച്ചൽ കുനിഞ്ഞാൽ തന്നെ ഒരു നേരത്തെ ഉപ്പേരിക്കുള്ള ഇല നിങ്ങൾക്ക് പറിച്ചെടുക്കാം. അതിന് മാത്രമുള്ള ഇലകൾ നമുക്ക് ദൈവം തന്നെ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. എന്നെ പ്രസവിച്ചിട്ടത് വേണമെങ്കിൽ ആലയിൽ എന്ന് പറയാം. ഞങ്ങൾക്ക് 4 ഏക്കർ കൃഷിസ്ഥലം ഉണ്ടായിരുന്നു, നെൽകൃഷി. ഞാനും ജ്യേഷ്ഠനും ബാപ്പയും കൂടിയാണ് കൃഷി ചെയ്യുന്നത്. മൂരുവെഴുത്തും നെൽകൃഷിയുടെ എല്ലാ പണികളും നന്നായിട്ടറിയാം. അത് അന്ന് തൊട്ട് ഇന്ന് വരെ കൃഷിയോട് താല്പര്യമാണ്. അന്ന് തൊട്ട് പഠിക്കുന്നതാണ് ഈ ഇലക്കറികളെ പറ്റി. ബാപ്പ എന്നും വയലിൽ പണിയെടുത്ത് വരുമ്പോൾ ഒരു പിടി എന്തെങ്കിലും ഒരു ഇലയായിട്ടാണ് തിരിച്ചു വരിക. അത് കറി വെച്ചിട്ടാണ് അന്നത്തെ ആഹാരം. മച്ചക്കറിയും മറ്റും വേറെ ഉണ്ടാവും. ഇലക്കറികളോട് അന്ന് പ്രിയം തുടങ്ങിയതാണ്. ഇത് ഇന്നും ഞാൻ ഇലക്കറി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. കാരണം ഇന്നത്തെ ഇന്നത്തെ പുതിയ തലമുറക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. അതുകൊണ്ട് ആരെങ്കിലും ഒരാളെങ്കിലും പഠിച്ചു തന്നാൽ നാളെ പിറ്റേന്ന് ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു എന്നെങ്കിലും പറയാമല്ലോ. കാരണം ഇപ്പം എല്ലാവരും സ്പെഷ്യൽ ഫുഡും ജങ്ക് ഫുഡും ഇതിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇലക്കറികളെ പ്രാധാന്യം കുട്ടികളെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ, ഉപയോഗിച്ചാലും ഉപയോഗിച്ചിട്ടില്ലെങ്കിലും. അതുകൊണ്ടാണ് ഇലക്കറി പ്രചാരകനെന്ന് നാട്ടുകാർ പേരിട്ട്.
ഇതിൻ്റെ രീതി എന്താണെന്ന് പറഞ്ഞാൽ 1 മീറ്റർ ആഴത്തിൽ നിന്ന് JCB വെച്ച് മണ്ണെടുത്ത് മാറ്റി അതിലേക്ക് അത്രയും ആഴത്തിൽ ചകിരിച്ചോറും ചാണകവും ഫില്ല് ചെയ്ത് ഈ മണ്ണും ചേർത്ത് ഫില്ല് ചെയ്തിട്ട് ഉണങ്ങിയ ഇലകൾ ചേർത്തതിന് ശേഷം വൈറ്റ് ടൈപ്പിൽ കുമ്മായം കൊണ്ട് മാർക്ക് ചെയ്തിട്ട് എല്ലാ തരം ചെടികളും കറിവേപ്പില, ജാതി, കവുങ്ങ് എല്ലാ ചെടികളും വളർത്തിയാൽ ഈ ചെടികളെല്ലാം തന്നെ മത്സരിച്ച് വളരും. ഇപ്പോൾ ഇത് 2ാമത്തെ കൊല്ലം. ഇപ്പോൾ നമ്മൾ കാണാത്ത ഒരുപാട് കിളികളൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെയോ കിളികൾ ഇവിടെ വന്നിരിക്കും. അതൊരു വല്ലാതൊരു കൗതുകമുള്ള കാഴ്ച. ഈ കൃഷി കൊണ്ട് എനിക്ക് വരുമാനമൊന്നും കിട്ടിയിട്ടില്ല. വരുമാനം ഉണ്ടാക്കാനല്ല ഞാനിത് ഉദ്ദേശിച്ചത്. ഇങ്ങനെ കൃഷി കണ്ടപ്പോൾ ആ കൃഷി രീതിയോടൊരു താല്പര്യം തോന്നി ഒരു 2 സെൻറ്റ് സ്ഥലത്ത് ഞാനത് ചെയ്ത് നോക്കിയതാണ്. ഇതിൽ 110 ഐറ്റംസ് ഉണ്ട്.